എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഹായ് ഗൈസ്, നമ്മളുടെ എയർപോർട്ട് അറിയാലോ എല്ലാവർക്കും. ആ എയർപോർട്ടിൽ ശരിക്കും ഒരു ഓട്ടോ ഉണ്ട് ഗൈസ്. ഓട്ടോ എന്ന് കേൾക്കുമ്പോൾ കടപ്പുണ്ട്. പലരും കളിയാക്കും, ഒരു സാധാ ഓട്ടോ ആണ് മോഷ്ടിക്കുന്നതിന്. നമ്മളങ്ങനെ ചില്ല് കാര്യങ്ങളൊന്നും മോഷ്ടിക്കുന്ന ആൾക്കാരല്ല എന്ന് അറിയണവരാണ് നിങ്ങളിൽ പലരും. അതിന് നമ്മൾ ചില്ലൊന്നും മോഷ്ടിക്കൂല. നമ്മൾ ഇന്ന് മോഷ്ടിക്കാൻ പോണത് സാധാ സാധനമൊന്നല്ല മക്കളെ. നമ്മളിന്ന് മോഷ്ടിക്കാൻ അത് കിടുക്കാച്ചായിട്ടാണ്. അത് അതിൻ്റെ ചാട്ടം കാണാൻ ഗൈസ്. നമ്മളെ എടുക്കാൻ പോണ ഓട്ടോ ഇല്ലേ, ആ ഓട്ടോയുടെ ചാട്ടം ഒന്ന് കാണണം ഗൈസ്. ഓ മാതിരി ചാട്ടാണ്, നല്ല ചാട്ടാണ് കേട്ടോ. ഇത് ഫോർമേഷൻ തന്നത് എനിക്ക് അലക്സാണ്. അവൻ്റെ വീട് ഇവിടെ അടുത്തൊക്കെയാണ്. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് കുളിക്കാൻ പോയതാണ്, ഒന്ന് ഉണങ്ങാൻ. ഇവിടെ ഒന്ന് കാറ്റത്ത് നിന്നതാണ്. ഹേ ഗായ്സ്, എന്തോ ഒരു പൊട്ടി ഗായ്സ്, എന്തോ പൊട്ടി തെറിച്ച്. എന്താ എന്റെ കാറല്ലേ അത്? ഇതെന്തപ്പോ സംഭവം? നമ്മള് ഇറങ്ങിയപ്പോ തന്നെ കഷ്ടകാല. വണ്ടിക്ക് ഇറങ്ങാനൊക്കെ പോകണില്ലേ, ആ സമയത്ത് തന്നെ കഷ്ടകാലം വണ്ടി പൊട്ടിത്തെറിച്ച്. ഇത് തീർച്ചയായിട്ടും ചെയ്തത്. എന്തായാലും അവൻ്റെ കാര്യം നമുക്ക് പിന്നെ എടുക്കാം. നമ്മളേലെന്തായാലും ഒരു ബൈക്ക് ആരും കാണാതെ നമ്മൾ മോഷ്ടിച്ച് വെച്ചന്ന്. മൈക്കിളിൻ്റെ ലക്സിൻ്റെ ഒന്നുമില്ല. ഇത് നമ്മൾ ഒന്നും ആരും അറിയാതെ മോഷ്ടിച്ചതാ. ഇത് നമ്മൾ ബൈക്ക് പുറത്തോട്ട് എടുക്കാനൊക്കെ ഇതിന് വഴിയുണ്ട് ഗായ്സ്. നമ്മളിത് പാർട്ടി എന്തായാലും എയർപോർട്ടിന്റെ വഴി എല്ലാവർക്കും അറിയായിരിക്കും. പണ്ട് ഞാൻ മിത്തിടാൻ വേണ്ടാരും അവൻ്റെ ലയിക്കുന്നതിൽ ഉത്തരം ഒന്നും പറഞ്ഞില്ല ഗായ്സ്. എന്തായാലും നമ്മളിനി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ ഇന്ന് രസികനായിട്ട് ഒന്ന് റൗണ്ട് അടിക്കുക എന്നേ. എയർപോർട്ടിലേക്ക് സാധാ പോകണമെങ്കിൽ ഒരു അഡ്വഞ്ചർ ത്രില്ല് കിട്ടൂല ഗൈസ്. അതുകൊണ്ട് നമ്മളെ ഇന്നൊരു പണിയുണ്ട്, ഒരാൾ തന്ന പണിയാണ്. ആ പണി സോൾവ് ആണ്. സെക്കൻഡ്, പോലീസ് പെറ്റടിക്കാൻ മാത്രമല്ല, പോലീസാണ് പോലീസ് തന്നെ 500 രൂപ പെറ്റടിച്ചു പറഞ്ഞ് കൊട്ടാശം കേസ് തന്നിരിക്കുന്നു ഗായ്സ്. പോലീസിനെ കൊല്ലാന് ചെക്കന് ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലായി. പോലീസിനെ കൊല്ലാന്ന് വെച്ചാൽ വളരെ പതിയോക്ഷൻ കേസാണ്. എന്തായാലും നെഞ്ചത്ത് കിട്ടും എന്തു ഇവർക്കൊന്ന് ഇത് വന്നല്ലേ പിജി എടുക്കാം. കേട്ട് അയാളാണ് ഇങ്ങനെ ഒന്ന് കായ്സ് ഓടി വരൻ്റെ കളി. അയാളെ തീർത്തു. ഞാൻ അടുത്ത ആള് ഉള്ളിത്തെ പോലീസുകാരൊക്കെ ഇളകി. പക്ഷെ നമ്മൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്നത് അവിടെ പെട്ട് ഗായ്സ്. നമുക്ക് പെട്ട്. ഇനി പോലീസ് വണ്ടികൾ നമ്മളെ വളയും ഉറപ്പ്. നമുക്കിനി ചെയ്യേണ്ട ഒറ്റ കാര്യം, പോലീസ് നമ്മൾ പെട്ട്. ഇനി നമുക്ക് പാടില്ല ഗായ്സ്. ഇനി നമ്മളെടുത്ത് പറഞ്ഞ വണ്ടികൾ പൊട്ടിക്ക്. ഇനി നമുക്കൊരു ഗ്യാങ്സ്റ്റർ കളി കളിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കൊല്ലാൻ നോക്കിയതിൻ്റെ കേട്ട് നമുക്ക് സ്റ്റാർ അയക്കണം. സത്യം
നമ്മള് അവന്റെ കേസ് ഏറ്റെടുത്ത് നമ്മളിപ്പോ ചാവാൻ പോണി. പോലീസൊന്നും വരണില്ലല്ലോ. അയ്യോ എന്തത് എന്താ ഇവനെന്തേ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്ത് കൂടെ ചാടി മതി ചാടി. ഇവന് മൈക്കിളല്ലേ? ഓ വണ്ടർഫുൾ, നമ്മളെ പിടിക്കാൻ പോലീസ്. ഓ ആ വണ്ടർഫുൾ ഷോട്ട്. എയർപോർട്ടിന് മുന്നിൽ തന്നെ. ഓടിക്കോ പോലീസ്. എനിക്ക് പേടിയായ പോലീസിനെ കണ്ണെടുത്ത്. ഇന്ന് ഞാൻ പോലീസിനെ പേടിക്കൂല. ഇന്ന് ഞാൻ അവരെ പൊട്ടിക്കാനാണ് പോണത്. സാധാ RPG വെച്ചിട്ട് ഞാൻ വെടിവെക്കും. അതെന്നെ പൊട്ടിക്കല്. RPG എടുക്കുക. പിന്നെന്ത് നോക്കാം. നമ്മളാകളൊരു വണ്ടി പോയി. ഇതോടെ നമ്മളിവിടെ തീരുന്നു തോന്നണ്. അമ്മക്കെന്താ അവർക്കെന്തായാലും ഒരു പരിക്കും പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ തീരുന്നു തോന്നണ് ഗായ്സ്. ഇവിടെ നമ്മ തീരുവോ അവസാനിക്കോ നമുക്കിത് കണ്ടു തന്നെ അറിയാം. മിക്ക പോലീസ് തന്നെ. ബൈ ബൈ. പണ്ടത്തെ ഷൂട്ടർ കണ്ണ. ഇപ്പൊ പണ്ടത്തെ മെഷീൻ കണ്ണ. എത്ര വന്ന് ഞാൻ പണ്ട് ആക്കിയിട്ടുള്ളതാ ഗായ്സ്. ഞാൻ ശരിക്കും പണ്ടത്തെ ഷൂട്ടർ എന്ന് പറയാം. അവൻ്റെ 3 വണ്ടികൾ ഞാൻ മേടിക്കിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ അറിയണമെങ്കിൽ ചരിത്രമാണത്തെ ചരിത്ര ബുക്ക് എണ്ണണം. ചരിത്ര ബുക്ക് ഞാൻ വീട്ടിൽ വെച്ചേക്കാണ്. ഞാൻ തള്ളുന്നു. 2-3 വണ്ടികൾ. മോനെ 2 വണ്ടി തീർക്കുമ്പോ 3-ാമത്തെ വണ്ടിയാട്ടേ കയറി വരുന്നു. ഏതാ വൈപ്പിച്ച് എന്താണ് വരുമ്പോ മെല്ലപ്പ തള്ളി തള്ളിവാ. നമുക്കൊരു തൊഴിലെന്താ നമ്മൊന്ന് പതുക്കെ വരട്ടെ. വരുമ്പോ ഒന്ന് പതുക്കെ വരുന്നൂടെ. നമ്മള് പതുക്കൊല്ലാന്ന ഈ സീനി. ഇവരെല്ലാവരും നമ്മളെങ്ങനെ ജീവിക്കുമ്പോ ഗൈസ് പേടിക്കണ്ട. ഇവരാരും നമ്മൾ തീർക്കൂല. നമ്മളെല്ലാം ഇതൊക്കെ പോയേക്കണതാൽ നമ്മൾ ഇൻഫർമേഷൻ എടുത്തു നോക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ ഇൻഫർമേഷൻ അയച്ചു തരുന്നതാണ്. നോക്കാം. നമ്മളുടെ അറിവനുസരിച്ച് നമ്മളുടെ റാമ്പിന്റെ അടിയിലുണ്ടെന്നാണ് എൻ്റെ കൂട്ടുകാരൻ മൈക്കിള് മെസ്സേജ് അടിച്ചിട്ടുണ്ട്. അവനൊരു ബൈക്ക് ഷോറൂം നടത്തുന്ന ആളായതുകൊണ്ട് അവൻ്റെ ഉണ്ടാവും എന്തായാലും ബൈക്ക് ഷോറൂമല്ല കാർ ഷോറൂമല്ല നടത്തുവൻ. അതിന് മിക്കവാറും ഉണ്ടാവാൻ സാധ്യത കൂടുതലാ ഗൈസ്. എന്തായാലും നമുക്ക് റാമ്പിൻ്റെ അവിടെ എത്തിയാൽ മതി. റാമ്പ് ഒരു കുറച്ച് ദൂരെയാണ്. എന്തായാലും നമുക്ക് ഓടിയെത്താ മെനക്കേടാണ് ഗൈസ്. എന്തായാലും ഇവിടെ ഫോർച്യൂണർ ഒരു ചെക്കൻ ഓടിച്ചു. അന്ന് ഞാനേ അറിയാതെ ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടാ ഫോർച്യൂണറിനെ. ക്ഷമിക്കണം. നമ്മളെന്ന് എടുക്കണ്ടോ ഫോർച്യൂണർ ഇല്ലേ? ആ പേര് പറഞ്ഞു കേട്ടോ. പേര് ഞാനത് പൊട്ടിച്ചളഞ്ഞു. കാരണം ഇത് നമ്മള് ഇതാണ് പോയി ഇവന് പോലീസിന് കേസ് കൊടുത്ത. അതായി ഗൈസ്. അവൻ്റെ ഒരു ബുള്ളറ്റായിരുന്നു. ബുള്ളറ്റ് യമഹട. എന്നാലും ജയില്ല. എന്നിട്ട് കേട്ടാ പൊളി അറിയാ. എന്തായാലും ഇവിടെ 2 ബൈക്കാണ് തന്നേക്കണം. അവനെത്ര ചങ്കൂറ്റുള്ള ഫ്രണ്ടാണ്. ഏതൊക്കെ ബൈക്ക് പേട്ടാ ബൈക്കുകൾ. എന്തത് ബലൂണാ തട്ടിയപ്പോൾ തിരിഞ്ഞോടി.
എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് തന്നെ ആദ്യം കൊണ്ടുപോയി നശിപ്പിക്കാം. ഇവിടെ കാണുന്ന എടുത്ത് കാണുന്ന സാധനമാണ്. അതിനു വേണ്ടി ഇത്രയും തിരക്ക് പിടിക്കുന്ന ഞാൻ വിചാരിച്ച് കളിപ്പാട്ടം പോലെ എടുത്തിട്ടുണ്ട് പോരായിരുന്ന. പക്ഷെ നമുക്കൊരു വെല്ലായ്മ. ഇനി ഇതെടുത്തിട്ട് ഈ ബൈക്കൊക്കെ ഇവിടെ കൊണ്ടുപോയേക്കും. പിന്നെ നമ്മൾ നടന്നിട്ട് ഫോർച്യൂണർ എന്തായാലും ഓട്ടിക്കണ്ടേ. ഇത് അധികം പണിയൊന്നുമില്ല. പക്ഷെ ഇവിടെ പോലീസുകാരുടെ ശല്യം ഉണ്ടാവും. പോലീസുകാരുണ്ടാവും. കാരണം പോലീസുകാരുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുടുങ്ങി വണ്ടി കുടുങ്ങി പേടിക്കണ്ട. ഏടാ ഒന്ന് ജീവിക്കടാ. വണ്ടി കുടുങ്ങി. എന്ത് ചെയ്യും എനിക്ക് മനസ്സിലാത്ത കാശ്. എന്ത് ചെയ്യും? ഇന്നെന്ത് ചെയ്യും കാശ്? കുടുങ്ങി ഇറങ്ങ. സോറി എനിക്ക് നിന്റെ ബൈക്ക് രക്ഷിക്കാനായില്ല. സോറി നീ ഒരു കാര്യം ചെയ്യാൻ പോണ്. ഈ വണ്ടി എന്തായാലും അവൻ്റെ ഒരുപാട് വണ്ടി ഉള്ളതാണ്. അവൻ്റെ ഒരു ബൈക്ക് ഷോറൂമിൻ്റെ ഓണറൊക്കെയാണ്. അതുകൊണ്ട് എന്തായാലും അവർക്ക് ഞാൻ ബൈക്കൊന്നും ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബൈക്ക് എടുത്തിട്ടാണ്. പക്ഷെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അതവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഏതെങ്കിലും ചെക്കന്മാർ ഉന്തിട്ടും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്കും കൂടി ഒന്ന് അണക്കേടാണ്. എനിക്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഇതെന്തിനാ അവർക്ക് കിട്ടണം. എനിക്ക് നമ്മളേന്ന് ഛർദിച്ചു. നമ്മൾ ഛർദിച്ചതല്ല, നമ്മൾ കാറ് തുപ്പിയതാണെന്ന് പോലെ തോന്നും. എന്നാലും നമ്മളെ ഛർദിച്ചതുപോലെ ആയ വ്യക്തമാണ്. പക്ഷെ നമ്മളുടെ ഇതിൻ്റെ ഡോറ് കണ്ടുപിടിക്കാനാണ് പ്രയാസം. ഞാൻ പറഞ്ഞ മാജിക്ക് കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോളൂ ഗായ്സ്. ഇത് ഓടിക്കാൻ നല്ല പാടാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കണവരൊക്കെ സമ്മതിച്ച് തന്നിരിക്കണം. പണ്ട് വളയ്ക്കുമ്പോ സ്കില്ല്. ഞാൻ മുമ്പ് വളയ്ക്കുമ്പോഴുള്ള സ്കില്ല് എടുത്ത സ്പീഡിലാണ്. ഇത് ചാട്ടം കാണണം. കണ്ട ഇതാണ് ഞാൻ ഇത്രയും മഹാനായി കാണുന്നത്. എന്തായാലും ഇത് സ്കില്ലാണ്. ഒറ്റടി നോക്കിയേ നമ്മളെ വീട്ടിലെത്തി. ഇതെന്തമ്മ. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാ എത്ര അടിച്ചാലും നമ്മളെ ഇതായോണ്ട് എത്ര അടിച്ചാലും ഒരു കുന്നോ സമ്മതിക്കില്ല. ഇനി അത്രയും പവർഫുൾ അല്ലേ. അതാണ് പറയണത്. ഇത് നല്ലൊരു പവർഫുൾ വണ്ടി. കാര്യത്തിൻ്റെ ഒരു തീരുമാനമായി. ഇതായിരുന്നു ഈ വണ്ടിയുടെ ഫ്യൂച്ചർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത്രയുള്ള വീഡിയോ നമ്മളുടെ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. വീട്ടിലോട്ട് ഇതെന്തത് നമ്മളെ വീട്ടിലോട്ട് തന്നെ നേരെ അടിച്ചിട്ട് ആവില്ല. നമ്മളെ ജിമ്മിലോട്ട് എടുത്തൊക്കെ ഇല്ല. കാരണം നമ്മൾ അടിച്ചു പറ്റിയ സാധനങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളെ വീടിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ പാടില്ല. അത് നമ്മളുടെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് വീട്ടിൽ എടുത്തേക്കാൻ പാടില്ല. ഒരിക്കലും അത് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. മനസ്സിലായി.
എന്തായാലും ഞാൻ വിട്ടോട്ടോ. ബൈ ബൈ, ടാറ്റാ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം.